ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ഒളിമ്പിയാഡ്സ്. IOQM 2021 അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ ഇതും ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 5 സ്റ്റുഡൻസ് ടേക്ക് എ ടെസ്റ്റ് ഓൺ വിച്ച് എനി ഇൻറ്റിജർ സ്കോർ ഫ്രം 0 to 100 ഇൻക്ലൂസീവ് ഈസ് പോസിബിൾ. സോ 5 സ്റ്റുഡൻസ് ടെസ്റ്റ് എടുത്തു, അതിൽ ഓരോരുത്തരുടെ സ്കോറും 0 മുതൽ 100 വരെ ഇൻക്ലൂഡ് ചെയ്ത്, സോ 0യും വരാം 100 വരാം, അങ്ങനെ 5 സ്റ്റുഡൻസിന് ടെസ്റ്റ് മാർക്ക് ഉണ്ട്. വാട്ട് ഈസ് ദ ലാർജസ്റ്റ് പോസിബിൾ ഡിഫറൻസ് ബിറ്റ്വീൻ മീഡിയൻ ആൻഡ് മീൻ ഓഫ് ദ സ്കോർസ്? ഓക്കെ, സോ ആ 5 സ്റ്റുഡൻസിന് കിട്ടുന്ന സ്കോർസിൻ്റെ മീഡിയൻ ആൻഡ് മീൻ, ഇതിൻ്റെ രണ്ടിൻ്റെയും ലാർജസ്റ്റ് ആയിട്ട് മാക്സിമം എത്ര ഡിഫറൻസ് ആണ് നമുക്ക് വരാൻ പറ്റുക എന്നുള്ളതാണ് ചോദ്യം. ആൻഡ് ബ്രാക്കറ്റിൽ നമുക്ക് തന്നിട്ടുണ്ട് മീഡിയൻ ഓഫ് എ സെറ്റ് ഓഫ് സ്കോർ ഈസ് ദ മിഡിൽ ഓഫ് മോസ്റ്റ് സ്കോർ വെൻ ദ ഡാറ്റ ഈസ് അറേഞ്ച്ഡ് ഇൻ ഇൻക്രീസിംഗ് ഓർഡർ. ഓക്കെ, നമുക്ക് ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ് ഓർഡർ, മീഡിയൻ എന്താണെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ് ഓർഡറിൽ എഴുതിയാൽ അതിൽ സെൻട്രൽ വരുന്ന വാല്യൂ ആയിരിക്കും എന്ത്? മീഡിയൻ. അത് ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ സെൻട്രലായിരിക്കും, ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ സെൻട്രലിലെ രണ്ട് വാല്യൂസിൻ്റെ ആവറേജ് ആയിരിക്കും. ആൻഡ് സോ നമുക്ക് നമ്മൾ പറഞ്ഞുള്ളത് ഇവിടെ ലെറ്റ്സ് 5 സ്റ്റുഡൻസ് അല്ലേ, അവർ സ്കോർസ് ABCDE ആണെന്ന് വിചാരിക്കാം. നമുക്ക് മാക്സിമം ഡിഫറൻസ് വരണമെങ്കിൽ മീൻ്റെയും മീഡിയൻ തമ്മിലുള്ള ഡിഫറൻസ് മാക്സിമം ആവണമെങ്കിൽ ഒന്ന് മിനിമം വാല്യൂ ആവണം, മറ്റേത് മാക്സിമം വാല്യൂ ആവണം. അതായത് മീൻ ഒന്നെങ്കിൽ മിനിമം വാല്യൂ ആക്കുക, അപ്പോൾ മീഡിയൻ മാക്സിമം വാല്യൂ ആക്കുക, അല്ലെങ്കിൽ മീഡിയൻ നമുക്ക് ഏറ്റവും മിനിമം വാല്യൂ ആക്കുക, അപ്പോൾ മീന് കിട്ടുന്ന ഏറ്റവും മാക്സിമം വാല്യൂ ആക്കുക. സോ ഇവിടെ മീൻ നമ്മൾ ഏറ്റവും മിനിമം ആക്കണമെങ്കിൽ എത്രയായിരിക്കും? മിനിമം വരെ 0 ആക്കണമെങ്കിൽ എല്ലാ വാല്യൂസും എന്താവണം? 0 ആവേണ്ടി വരും അല്ലേ? എല്ലാ വാല്യൂസും 0 ആണെങ്കിൽ നമ്മൾ മീൻ കാണുമ്പോൾ എങ്ങനെയാണ്? എല്ലാ വാല്യൂസും തമ്മിൽ സമ്മ് ചെയ്യും, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. അതായത് ഇവിടെ 5 അല്ലേ, 5 നമ്പേഴ്സ് ഉള്ളത്. സോ 0 + 0 + 0, 0/5 ആകുമ്പോഴാണ് 0 കിട്ടുക. സോ മീൻ നമുക്ക് 0 ആക്കിയാൽ മീഡിയനും 0 ആവും. സോ നമുക്ക് മീഡിയൻ 0 കിട്ടണമെങ്കിൽ എല്ലാ വാല്യൂസും 0 ആക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലേ. നമുക്ക് ഇപ്പോൾ ഒന്നെങ്കിൽ ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ് ഓർഡർ, ഫസ്റ്റ് 3 ആളുകളെ വാല്യൂസ് 0 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക? ഇതിൽ മീഡിയൻ 0 ആവും. ആൻഡ് ബാക്കിയുള്ള 2 വാല്യൂസ് നമുക്ക് മാക്സിമം കൊടുത്താൽ മതി, അപ്പോൾ നമുക്ക് മീൻ അതിൽ കിട്ടുന്ന ഏറ്റവും മാക്സിമം വാല്യൂ ആവും. സോ നമുക്കിവിടെ കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഫസ്റ്റ് 3 പേഴ്സൺസ് ലെറ്റ്സ് 0 0 0, അവർക്ക് കിട്ടിയ സ്കോർസ് 0 ആണെന്ന്. ആൻഡ് അവസാനമുള്ള 2 പേർക്ക് 5 പേഴ്സൺസിൽ 2 പേഴ്സൺസിന് 100 മാർക്സും കിട്ടി. സോ ഇവിടെ ഇപ്പോൾ മീഡിയൻ എന്തായിരിക്കും? മീഡിയൻ എന്ന് പറഞ്ഞാൽ മിഡിൽ വാല്യൂ ആണ് അല്ലേ. സോ നമ്മൾ ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ് ഓർഡറിൽ എഴുതിയിട്ട് അതിൽ മിഡിൽ വാല്യൂ ആണ്. സോ ഇവിടെ 0 ആണ് വരിക. സോ മീഡിയൻ ഈക്വൽ ടു 0 വന്നു. ആൻഡ് ഇവിടെ മീൻ എത്രയായിരിക്കും? 100 + 100, 0 + 0 + 100 + 100 അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു 200/5. ടോട്ടൽ 5 ഒബ്സർവേഷൻസ് ഉള്ളത്. സോ ബൈ 5 വിച്ച് ഈസ് ഈക്വൽ ടു 40. സോ ഇവിടെ മീഡിയൻ നമുക്ക് ഏറ്റവും മിനിമം ആക്കാൻ പറ്റിയ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് മാക്സിമം മീൻ വരിക 40 ആയിരിക്കും. നമുക്ക് കാണേണ്ടത് എന്താണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മീഡിയൻ ആൻഡ് മീൻ അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു 40 - 0 40 - 0 = 40. സോ മാക്സിമം ഡിഫറൻസ് വരിക 40 ആയിരിക്കും.